നമസ്കാരം പ്രിയമുള്ളവരെ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വളരെ പ്രയോജനമുള്ള ഒരു കാര്യമാണ്. അതായത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ ആധാർ ഇന്ന് ഒട്ടുമിക്ക ആൾക്കാർക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഡോക്യുമെൻ്റായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ നമ്മൾ ആധാർ അപ്ഡേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും അത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യേണ്ടതുമാണ്. മെയിനായിട്ട് ആധാർ നമ്മൾ ഫസ്റ്റ് അപ്ഡേഷൻ ചെയ്യേണ്ടത് 5 വയസ്സ് കഴിയുമ്പോഴാണ്. 5, 10, 15, 18 ഇങ്ങനെ ഈ ക്രമത്തിലാണ് നമ്മൾ ആധാർ മാൻഡേറ്ററി ആയിട്ട് അപ്ഡേറ്റ് ചെയ്തു പോകേണ്ടത്. ആ സമയങ്ങളിൽ മാത്രം കൃത്യമായിട്ട് നമ്മൾ അതിൻ്റെ ഫോട്ടോയും എടുക്കുക. പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഫിംഗർ പ്രിൻ്റ് കാര്യങ്ങൾ എല്ലാം എടുത്ത് ബയോമെട്രിക് അപ്ഡേറ്റ് ചെയ്ത് ആധാർ ഡോക്യുമെൻ്റ് അപ്ഡേറ്റ് ചെയ്ത് വെക്കേണ്ടതാണ്. 18 വയസ്സിന് ശേഷം ഉള്ള ആധാർ നമ്മുടെ ഫിംഗർ പ്രിൻ്റുകളും അതുപോലെ തന്നെ നമ്മുടെ കണ്ണിൻ്റെ കണ്ണ് ഇത് പതിയാതെ വരിക അങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിൽ മാത്രം നമ്മുടെ ആധാർ അപ്ഡേറ്റ് ചെയ്യുക. അല്ലാതെ നമ്മളിപ്പം 10 വർഷമായ ആധാർ പുതുക്കുക എന്നൊരു പുതിയതായ ഒരു കാര്യം UID കൊണ്ടുവന്നിട്ടുണ്ട്. ഒട്ടുമിക്കവാറും ആൾക്കാർക്കും ഈ 10 വർഷമായ ആധാർ പുതുക്കുന്ന കാര്യത്തെക്കുറിച്ച് അറിവില്ലായ്മ മൂലം പല അക്ഷയ കേന്ദ്രങ്ങളിലും ചെന്നിട്ട് ഫോട്ടോ എടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ അന്ന് കുറച്ച് ടൈമുകളിൽ പുതിയ ആധാർ വീട്ടിൽ വരുമ്പോൾ കസ്റ്റമർ തെറ്റിദ്ധരിക്കുന്നു ഈ പറഞ്ഞ ആധാർ നമ്മുടെ അപ്ഡേറ്റ് ആയി. അപ്പോൾ അങ്ങനെ ഒരു കാരണവശാലും ആധാർ 10 വർഷമായ പുതുക്കൽ എന്നതുകൊണ്ട് UID ഉദ്ദേശിക്കുന്നത് നമ്മുടെ 2 ഡോക്യുമെൻ്റ്, അതായത് നമ്മുടെ അഡ്രസ്സ് തെളിയിക്കാനുള്ള ഒരു രേഖയും അതുപോലെ തന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ജനനത്തീയതി തെളിയിക്കാനുള്ള 2 രേഖയും ആധാറിൽ അപ്ഡേറ്റ് ചെയ്യുന്നതിനെയാണ് ആധാർ 10 വർഷമായത് അപ്ഡേഷൻ എന്നതുകൊണ്ട് UIDയെ ഉദ്ദേശിക്കുന്നത്. അതിന് കൃത്യമായിട്ട് ട്രെയിനിങ് കിട്ടിയ സംരംഭമാണ് CSC അഥവാ പൊതുസേവാ കേന്ദ്രങ്ങൾ. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള പൊതുസേവാ കേന്ദ്രങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ട്രെയിനിങ് ബാംഗ്ലൂരിൽ നിന്നും കൊടുത്തിട്ടുള്ളതാണ്. ആ കേന്ദ്രങ്ങളിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന കൃത്യമായിട്ടുള്ള അപ്ഡേഷൻസ് ചെയ്തു നൽകുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ കേരള സർക്കാരിൻ്റെ അംഗീകൃതമായിട്ടുള്ള അക്ഷയ കേന്ദ്രങ്ങളിലും നിങ്ങൾക്ക് ഈ ആധാർ അപ്ഡേഷൻ ചെയ്യാവുന്നതാണ്. ആധാർ അപ്ഡേഷൻ ചെയ്യുമ്പോൾ അതിൽ ഒരു കാരണവശാലും ഫോട്ടോ മാത്രം എടുത്ത് അപ്ഡേഷൻ പൂർത്തിയായി എന്ന് പറയുന്ന രീതിയോട് നിങ്ങൾ ഒരു കാരണവശാലും യോജിക്കരുത്. അത് അങ്ങനെ എടുക്കുന്ന സെൻറ്ററുകൾ ഉണ്ടെങ്കിൽ 1947 വിളിച്ച് നിങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഫോൺ നമ്പർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കുടുംബാംഗങ്ങളുടെ അല്ലാതെ കണ്ട് വേറെ ഒരാളുടെ ഫോൺ നിങ്ങളുടെ ആധാറിലേക്ക് ലിങ്ക് ചെയ്യാൻ ശ്രമിക്കരുത്. അങ്ങനെ ചെയ്യുന്നത് UID നിയമപ്രകാരം അത് തെറ്റാണ്. അപ്പം ഈ ഫോൺ നമ്പർ അപ്ഡേഷൻ ചെയ്യുക. അതുപോലെ തന്നെ പ്രായമായ ആൾക്കാർ തന്നെ ഉള്ള അവസരങ്ങളിൽ അവർ കഴിവതും മാസ്ക് ചെയ്ത ആധാർ മാത്രം ഉപയോഗിക്കുക. മാസ്ക് ചെയ്ത ആധാർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആധാറിലെ വിവരങ്ങൾ ചോർത്തിയെടുക്കാൻ ഒരു പരിധിവരെ മറ്റാർക്കും സാധിക്കുകയില്ല. അപ്പോൾ ഇത്രയും ആധാറിനെ കുറിച്ചിട്ട് ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ ഇത്രയും അറിഞ്ഞിരിക്കുക. ബാക്കി അടുത്ത വീഡിയോയിൽ വ്യക്തമായിട്ട് നമ്മൾ പറയുന്നതായിരിക്കും. അതുവരേക്കും സ്റ്റേ ട്യൂൺ. ഹാവ് എ നൈസ് ഡേ ഫ്രം SG ചാനൽ. ബൈ.